അസ്സലാമലൈക്കും, വെൽക്കം ടു മെസ് ദുബായ് ചാനൽ. നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് സോയാബീനാണ്. സോയാബീൻ ഇതാ ഞാൻ നേരത്തെ ഒരു 10 മിനിറ്റ് വെള്ളത്തിൽ പൊതിർത്തി വെച്ചിട്ട് മസാല ഇട്ട് വെച്ചതാണ്. എണ്ണ ചൂടായി, അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, ഈ മസാല ഇട്ട് വെച്ച സോയാബീൻ ഇട്ട് കൊടുക്കാം. ജസ്റ്റ് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി കേട്ടാ. പിന്നെ നമുക്കറിയില്ല അത് വെന്തോളും. ഞാൻ സോയാബീൻ്റെ നല്ല അടിപൊളി റോസ്റ്റ്, വറുത്തരച്ചിട്ടുള്ള റോസ്റ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ബീഫ് കറിനേക്കാൾ നല്ല ടേസ്റ്റി ആയിട്ടാണ് ഉണ്ടാക്കാൻ പോകുന്നത്. കറക്റ്റ് ഒന്ന് ഫോളോ ചെയ്താൽ മതി. ഞാൻ എൻ്റെ ഓരോ ഇൻഗ്രീഡിയൻസും കറക്റ്റ് നോക്കിയാൽ മതി. ഒരു 3 സവാള, ഒരു മീഡിയം സൈസിലുള്ള ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. ഒരു 4 അല്ലി വെളുത്തുള്ളിയും 1 കഷ്ണം ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ 2 മീഡിയം സൈസിലുള്ള തക്കാളി, ഒരു 4 പച്ചമുളക്. ഇത്തിരി ചൂടായി, അതിലോട്ട് നമ്മൾ ലേശം ഓയിൽ ഇട്ട് കൊടുക്കാം. ചൂടായി, അതിലോട്ട് നമ്മൾ എന്ത് ചെയ്യാം, സവാള ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇഞ്ചി ഇട്ട് കൊടുക്കാം. കറിയില ഇട്ട് കൊടുക്കാം കേട്ടോ. ഒരു ചെറിയൊരു കഷ്ണം പട്ട, 4 എണ്ണം ഗ്രാമ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾക്ക് അതിലിട്ടതാ, ഇതൊരു തേങ്ങയാണ്. ഈ ഒരു തേങ്ങ ഇതിലിട്ട് ഇട്ട് കൊടുക്കാം. ഒരു 1.5 സ്പൂൺ ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ. ടീസ്പൂണാണ്. ഞാൻ 10 പേർക്കുള്ളതാണ്, അതാണ്. അപ്പൊ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നിങ്ങൾ ഉപ്പ് നോക്കിയാൽ മതി. കുറച്ച് കുരുമുളക് ഇട്ട് കൊടുക്കുക ഇതിൽ. ഇത് ലോ ഫ്ലെയിമിൽ നല്ല ഒന്ന് ഫ്രൈ ആയിക്കോട്ടെ, എന്നാൽ നല്ല ടേസ്റ്റി ആയിരിക്കും. ഈ ഒരു വേലീഫും കൂടി ഉണ്ടല്ലേ, പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക അതിൽ. ഇതെന്തിനു വെച്ചാലുണ്ടല്ലോ, ഇതൊക്കെ ഇടുകയാണെങ്കിൽ മാത്രമേ നമ്മൾ ആ ബീഫ് കറിൻ്റെതായ ഒരു ടേസ്റ്റ് വരുള്ളൂ. നമ്മൾ കട്ട് ചെയ്തിട്ട് വെച്ച തക്കാളിയും പച്ചമുളകും 2 ഇട്ട് കൊടുക്കുകയാണ്. നമ്മളെ തേങ്ങയിലോട്ടുണ്ടല്ലേ കാശ്മീരി പൊടിയാണ്. 1 സ്പൂണ് മുളക് പൊടിയും 1 സ്പൂണ് മല്ലിപ്പൊടിയും ഇട്ട് കൊടുക്കുക. ലോ ഫ്ലെയിമിലേ വെക്കാവൂ കേട്ടോ. ഈ തേങ്ങ അതിലോട്ടുണ്ടല്ലോ നമ്മളെ വെളിച്ചെണ്ണ, കോക്കനട്ട് ഓയിൽ ലേശം ഒന്ന് ഇട്ടിച്ചു കൊടുക്കും. ഇതും കൊടുക്കണം കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യരുത്, നിർബന്ധമായിട്ട് ചെയ്യണം. എന്നാൽ നമ്മളൊരു പള്ളിക്കറിൻ്റെ ഒക്കെ ടേസ്റ്റ് ആയിരിക്കും. നല്ല ബീഫ് പള്ളിക്കറി ഇല്ലേ, അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് വരും. എന്താ നമ്മളെ തക്കാളി ഏകദേശമായി. ഇത് ബീഫ് മസാലയാണ് കേട്ടോ, ബീഫ് മസാല. ഇത് കുറച്ച് നമ്മൾ ബീഫ് മസാല ഇട്ട് കൊടുക്കുകയാണ്, അതിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ചെയ്യാൻ പറ്റുന്ന ഭയങ്കര ടേസ്റ്റിയായൊരു സംഭവമാണ് കേട്ടോ ഇത്. ഞാൻ ഇങ്ങനെ പറയുന്നുള്ളതല്ല, നിങ്ങളൊന്ന് നിർബന്ധമായിട്ടും പരീക്ഷിച്ച് നോക്കണം എല്ലാവരും ഒന്ന്. ഇത് വെജ് ഉണ്ടല്ലേ, നല്ല ബീഫ് കറിൻ്റെ അതേ ടേസ്റ്റാ. സോയാബീന് ഫ്രൈ ആക്കി വെച്ച സോയാബീൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കാണ്. നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക. നമ്മൾ തേങ്ങ മസാല ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മൾ ഇത് ഓഫ് ചെയ്യാണ്. ഇത് ഓഫ് ചെയ്താണ്. കുറച്ച് തണുത്തതിൻ്റെ ശേഷം നമുക്ക് അരച്ചിട്ട് വരാം. നമ്മൾ ഒരു മിക്സിൻ്റെ ജാറിലിട്ട് ഇതിനെ അരച്ചെടുക്കുകയാണ്. ലേശ വെള്ളം ഒഴിക്കുക, അതിലോട്ട് നമ്മൾ ഈ തേങ്ങയും ആ മസാല ചേർത്ത തേങ്ങ ഉണ്ടല്ലോ, ഇതൊന്ന് ഇട്ടിട്ട് നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് വരാം. അരച്ചെടുക്കുകയാണ് കേട്ടോ. നല്ല ഫൈനായിട്ടൊന്ന് അരഞ്ഞോട്ട്. ഇത് നന്ന ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. നമ്മൾ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണ് ഇതിനെ. ആ മസാല നല്ല ഒഴിച്ചു കൊടുക്കുമ്പോൾ നല്ല സ്മെല്ലടിക്കുകയാണ്. അടിപൊളി മണം വരുന്നല്ല. ഇതിന് നമ്മളെ മിക്സിന്റെ ജാറിലോട്ട് ലേശ വെള്ളം എടുക്കാം. ഒന്ന് ഫുൾ ഫ്ലെയിം ആക്കിയിട്ട് നമുക്ക് അടച്ചു വെക്കാം. ഇതെന്റെ സുഹൃത്തുക്കൾക്കെല്ലാം ഭയങ്കര ഇഷ്ടമാട്ടോ. ഞാൻ ഈ ഉണ്ടാക്കുന്ന ഈ കറി ഉണ്ടല്ലോ, ഭയങ്കര ടേസ്റ്റി എന്ന് പറയാറുണ്ട്. അപ്പോൾ ഒന്ന് നിർബന്ധമായിട്ട് എല്ലാവരും പരീക്ഷിച്ച് നോക്കണേ. നമുക്കിതൊരു 5 മിനിറ്റ് ഇവിടെ ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം. ഇവിടെ റെഡി ആയിട്ടാ. ഞാൻ ഗ്രേവി കൂടുതൽ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ ലേശം കൂടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. നമുക്ക് ഇവർക്ക് ഇതുപോലെ റോസ്റ്റാണ് വേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ ഇവിടത്തേക്ക് ജസ്റ്റ് റോസ്റ്റ് പോലെ ആക്കിയതാണ്. ഗ്രേവി വേണമെങ്കിൽ ഒന്നും കൂടി വെള്ളം ഒഴിച്ച് കൊടുത്താൽ ഇതിൽ നിങ്ങൾക്ക് നല്ല ഗ്രേവി ആയിക്കോളും. ഇത് നല്ല തിക്കായിട്ടുള്ളതാണ്. ഇപ്പോൾ നല്ല ടേസ്റ്റിയാണ് കഴിക്കാൻ. അപ്പോൾ ഇതിലോട്ട് ഇപ്പോൾ നമ്മളിത് ഓഫ് ചെയ്യാൻ പോവാണ്. അതിലേക്ക് ലേശം നമ്മളെ കസ്തൂരി മേത്തി ഉണ്ടല്ലോ, അതുണ്ടെങ്കിൽ കുറച്ച് ഇട്ട് കൊടുക്കാം. പിന്നെ മല്ലിച്ചപ്പ് വേണമെങ്കിൽ അതും കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിരിക്കും. പക്ഷെ എനിക്ക് ആവശ്യമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ.
അപ്പൊ ഇൻഷാല്ല നമ്മളിത് ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. എല്ലാവരും നിർബന്ധമായി ഒന്ന് പരീക്ഷിച്ചു നോക്കുക. നല്ല ബീഫ് കറിന്റെ അതേ സെയിം ടേസ്റ്റ്, അതിനേക്കാളും നല്ല ടേസ്റ്റി ആയിരിക്കും. ഒന്ന് പരീക്ഷിച്ച് നോക്കണം എല്ലാവരും. പിന്നെ ഇൻഷാല്ല എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമന്റായി അറിയിക്കുക. ഇൻഷാല്ല എല്ലാവർക്കും നല്ലത് വരട്ടെ. അസ്സലാമു അലൈക്കും.